അതെ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ ജാക്കിനെ വെറുതെ വിടില്ല. അവനെ കുറെ ദിവസമായി നമ്മുടെ മുമ്പിൽ പട്ടിഷ ഉറക്കണ്. അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് എൻ്റെ വണ്ടികളൊക്കെ കത്തിച്ചളയാം. ഇനി അവനെ വണ്ടിയിലാണ്ട് നടന്നാൽ മതി. കുറെ ദിവസമായി അവൻ പട്ടിഷ ഉറക്കണ്. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എല്ലാം കത്തിച്ചളയാം. ഒന്നും ബാക്കി വെക്കണ്ട. നമുക്ക് പറ്റിങ്ങ അവൻ്റെ വീടും കൂടിയും കത്തിച്ചളയാം. ഇതോടെ അവൻ്റെ പട്ടിഷോ അങ്ങ് അവസാനിക്കും. എടാ ജാക്കേ, പുറത്തേക്ക് വാടാ. എന്താ പറ്റിയേ? പേടിച്ചു പോയാ? ആണാണെങ്കിൽ പുറത്തേക്ക് വാടാ, വന്നടിക്കടാ. ബോസേ, എനിക്ക് തോന്നണതേ അവൻ പേടിച്ചു പോയിന്ന്. അവൻ മിക്കവാറും കണ്ടം വഴി ഓടിയുണ്ടാവും. ആടാ, അത് ശരിയാ. അവൻ മിക്കവാറും കണ്ടം വഴി ഓടിയുണ്ടാവും, പേടിത്തൊണ്ടൻ. അല്ല, ഇവൻ്റെ വീട്ടിൽ വേറൊരാളില്ലേ? അയാളുടെ പേരെന്തായിരുന്നു? രാജേട്ടനാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാളെങ്ങ് തട്ടാം. ഈ ജാക്കിൻ്റെ വിചാരേ അവൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. ഇന്നത്തോടെ അത് മാറ്റി കൊടുക്കാം. അവനെ തട്ടിയിട്ട് വേണം എനിക്ക് ഈ സിറ്റിയിൽ ഗ്യാങ്സ്റ്റർ ആവാൻ. ആ, ഇതല്ലേ രാജേട്ടൻ? രാജേട്ടാ, നിക്കവിടെ. എവിടെ ജാക്ക്? അവന് ഞാൻ വെറുതെ വിടില്ല. അവന് ഞാൻ തീർത്തളയും. എടാ ഫ്രാങ്ക്ലിന്, നീയായിരുന്നാ? എന്താണ്ടായേ? എന്താ പ്രശ്നം? ജാക്കപ്പോൾ വീട്ടിലില്ലല്ലോ. അവൻ പുറത്തേക്ക് പോയിക്കാ. അത് ശരി, ജാക്കപ്പോൾ വീട്ടിലില്ലേ? അതെ, എന്നിട്ടായാലും അവന് ഞാൻ വെറുതെ വിടില്ല. അവന് തീർത്തളയും. നീ അവനോട് പറഞ്ഞേക്ക്, ആ ജംഗിളിൻ്റെ ഇടയിൽ ഒരു മാൻഷനില്ലേ, അങ്ങോട്ടേക്ക് വരാൻ പറയ്. ആണാണെങ്കിൽ വരാൻ പറയ്. അവന് ഞാൻ വെറുതെ വിടില്ല. ആടെ ഫ്രാങ്ക്ലിനെ, ഞാൻ പറയാം. അവനോട് വരാൻ പറയാം. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യല്ലേ. ആണോ? എന്നാ ശരി. അഥവാ അവൻ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഞാൻ കത്തിച്ചളയും, കുടുംബത്തോടെ. ബോയ്സ്, കമോൺ, ലെറ്റ്സ് ഗോ. ബാക്കിയൊക്കെ നമുക്ക് ആ മാൻഷനിൽ വെച്ച് കാണാം. ആ ജാക്കിന് ഞാൻ വെറുതെ വിടില്ല. Meanwhile, ഗൈസ്, ഇതുണ്ടില്ലേ? ഇവിടെ ഞാൻ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചു. ഇത് പിന്നെ ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് കവാസക്കി നിഞ്ച. ഒരു മിനിറ്റ്, എൻ്റെ വണ്ടികളൊക്കെ എവിടെയാ? ഗൈസ്, അതെ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു. കുറെ സൂപ്പർ കാറ്, പിന്നെ ട്രക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. രാജേട്ടാ, എൻ്റെ വണ്ടികളൊക്കെ എങ്ങോട്ടേക്ക് പോയേ? ആരടിച്ചു മാറ്റിയേ? എടാ ജാക്കേ, അതെ, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നിന്റെ ആ പഴയ കൂട്ടുകാരനില്ലേ, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ? അവനെ ഒരു ഗ്യാങ് ആയിട്ട് വന്നു, വീട്ടിലേക്ക് വന്നു. അവൻ എന്നിട്ട് നിന്റെ എല്ലാ വണ്ടികളും കത്തിച്ചളഞ്ഞു. ഫ്രാങ്ക്ലിനാ? ഏത് ഫ്രാങ്ക്ലിൻ? നമ്മുടെ മച്ചാനാ. അവൻ എൻ്റെ വണ്ടികൾ കത്തിച്ചളയേ? രാജേട്ടാ, എന്തായി പറയണേ? എടാ ജാക്കേ, ഞാൻ കാര്യമായിട്ടാ പറയണേ. ആ ഫ്രാങ്ക്ലിനാണ് നിന്റെ വണ്ടികളൊക്കെ കത്തിച്ചളഞ്ഞേ. അവൻ പിന്നെ നിന്നെ വെറുതെ വിടില്ല എന്നും പറഞ്ഞു. നിനക്കപ്പോൾ അവനായിട്ട് എന്താണോ പ്രശ്നം? അവൻ പിന്നെ നിന്നോട് ജംഗിളിൽ വരാൻ പറഞ്ഞു. ആണാണെങ്കിൽ വന്ന് മുട്ടാൻ, അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അത് ശരി, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ഫ്രാങ്ക്ലിനാണ് എൻ്റെ വണ്ടികളൊക്കെ കത്തിച്ചളഞ്ഞേ. ആ ഫ്രാങ്ക്ലിനെ ഇപ്പോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവന് ഞാൻ വെറുതെ വിടില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ആൾക്കാരെ വിളിക്കാം. എന്നിട്ട് ആ ഫ്രാങ്ക്ലിനെ അങ്ങ് തീർത്തളയാം. ഇന്നത്തോടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. a few moments later. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ ആൾക്കാരും വീട്ടിലേക്ക് വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്കേ ആ ഫ്രാങ്ക്ലിനെ വെറുതെ വിടണ്ട. അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാം. നമുക്കിനി ജംഗിളിൽ പോവാം. എങ്ങനെ ഇപ്പോൾ ജംഗിളിൽ പോവാ? നമ്മുടെ കയ്യിൽ കാറൊന്നുമില്ല. എല്ലാതും അവൻ കത്തിച്ചളഞ്ഞില്ലേ. ഞാൻ പിന്നെ നിഞ്ച എടുക്കണില്ല. നമുക്ക് ഈ കാണുന്ന ബൈക്ക് എടുക്കാം. ഇത് പിന്നെ രാജേട്ടൻ്റെ ബൈക്കാണ്. എൻ്റെ കയ്യിലും ഇതേപോലത്തെ ബൈക്കുണ്ട്, അതവൻ കത്തിച്ചളഞ്ഞു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എല്ലാവരും ബൈക്കിൽ കയറിയേക്കാ. ശരിക്കൂടെ ട്രിപ്പിൾസ് വെച്ച് പോയാലേ ഫൈൻ കിട്ടും. എൻ്റെ ബൈക്കിലാണെങ്കിൽ 5-6 ആൾക്കാരുണ്ട്. നമുക്ക് ഫൈനൊന്നും കിട്ടില്ല. പോലീസുകാർ നമ്മളെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക് പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മളങ്ങനെ ജംഗിളിൽ വന്നേക്കാ. ഇവിടെ പിന്നെ ഒരു മാൻഷൻ ഉണ്ട്. ഇതാണ് ആ മാൻഷൻ. ഇവിടെ അങ്ങനെ ആരും താമസിക്കാറില്ല. ആ ഫ്രാങ്ക്ലിൻ പക്ഷേ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. എടാ ഫ്രാങ്ക്ലിനെ, ഇറങ്ങി വാടാ. ആണാണെങ്കിൽ ഇറങ്ങി വാടാ. വാടാ, വന്ന് മുട്ട്.
എടാ ജാക്കേ, നീ വന്നാ? നീ ഇത്രയും പെട്ടെന്ന് വന്നാ? അതിപ്പോ ഏതായാലും നന്നായി. നിനക്കപ്പോ പെട്ടെന്ന് ചാവാലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അയ് ശരി, നിങ്ങളെന്നെ അടിക്കാറായ? നിങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, എല്ലാത്തിനും തീർത്തളയാം. ബോയ്സ്, എന്തോ നോക്കി നിൽക്കണേ, ഇവന്മാരടിക്ക്. ഒരാൾ പോലും ജീവനോടെ പോകാൻ പാടില്ല. ആ ഒരുത്തനെ അടിച്ചിട്ടു, രണ്ടാമത്തേനെ അടിച്ചിട്ടു, എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഗ്യാങ്ങിനെ തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി വെച്ചില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പടായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടായാലും നമ്മൾ റിവഞ്ച് എടുത്തു. അവിടെ ആരും നിൽക്കണ്ടല്ലോ, ഇതാ മറ്റേ കിങ് ഓഫ് ദ ഫോറസ്റ്റ് അല്ലേ? ഒരു കാര്യം ചെയ്യാം, അവൻ്റെ മേത്തിക്ക് അർപ്പിച്ചിടാം. ദേ കണ്ടില്ലേ, അവനും കണ്ടം വഴി ഓടി. സിംഹം വരെ നമ്മളെ കണ്ട് പേടിച്ചു. അപ്പോഴല്ലേ ഈ ഫ്രാങ്ക്ലിൻ. എന്തേലും ആവട്ടെ. ബോയ്സ് കമോൺ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് സ്ഥലം വിടാം. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.